നികുതി വകുപ്പിന് തിരിച്ചടി. ഒരു പ്രവാസിയുടെ തുക വിദേശത്ത് നിന്ന് NRI അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും NRI അക്കൗണ്ടിൽ നിന്ന് ആ തുക എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു ഇന്ത്യയിൽ. ഇതിന് നികുതി കൊടുക്കണമെന്ന നോട്ടീസ് അയക്കുകയാണ് ഉണ്ടായത് നികുതി വകുപ്പ്. എന്നാൽ അദ്ദേഹം ഇവരുടെ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ട്രൈബ്യൂണൽ വിധി പ്രകാരം വിദേശത്ത് സമ്പാദിച്ച തുകയ്ക്ക് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്താലും നികുതി കൊടുക്കേണ്ടത് ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ നികുതി വകുപ്പിൻ്റെ ഒരു ഇരട്ടത്താപ്പാണിത്. NRI അക്കൗണ്ട് വഴി വന്നുള്ള തുക ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് ഉടനെ നോട്ടീസ് അയക്കുക. ഈ പണിയാണ് നികുതി വകുപ്പ് ചെയ്തത്. ഇത് ഒരിക്കലും ശരിയല്ല. നികുതി വകുപ്പ് ന്യായമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതാണ്. ഇതേപോലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇതുപോലെ നോട്ടീസ് അയക്കുകയും പിന്നീട് കോടതിയിൽ നിന്ന് അവർക്ക് ഇരുട്ടടി നേരിടുകയും ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നികുതി വകുപ്പ് ഓരോരുത്തർക്കും നോട്ടീസ് അയക്കുമ്പോൾ ഇതുപോലെ നിയമവശങ്ങൾ കൂടി നോക്കി വേണം നോട്ടീസ് അയക്കാൻ. അതേപോലെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ നിയമം ഇറക്കിയിരിക്കുകയാണ്. പ്രവാസികൾക്ക് ഇന്ത്യയിൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല. അങ്ങനെ തുടങ്ങിയെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്താ പ്രവാസികൾ മറ്റ് വകുപ്പിലുണ്ടായ ആൾക്കാരാണോ? അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. അവർക്ക് എന്താ ഈ സേവിങ്സ് അക്കൗണ്ട് ഇന്ത്യയിൽ തുടങ്ങിയാൽ? ഇത്തരം നിയമങ്ങൾ എടുത്തു മാറ്റണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ബാങ്കിലേക്ക് മാറ്റിയാൽ നികുതി നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത. നിർണായക വിധി പുറത്ത്. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പണം മാറ്റുകയാണെങ്കിൽ ഇന്ത്യയിൽ നികുതി നൽകേണ്ടതുണ്ടോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം തന്നെയാണ്. ഇക്കാര്യത്തിൽ ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ അഥവാ ITAT അഹമ്മദാബാദ് നിർണായക വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം ലഭിക്കുന്നത് ആ രാജ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരിക്കും. എന്നാൽ ഈ തുക പ്രവാസി ഇന്ത്യക്കാരൻ NRI ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും പതിവാണ്. ഇങ്ങനെ മാറ്റി ബാങ്കിലെത്തുന്ന പണത്തിന് ആദായ നികുതി നൽകേണ്ടതുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ആദായ നികുതി വകുപ്പ് പറയുന്നത് നികുതി നൽകണം എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു അനുഭവം ഉണ്ടായ പ്രവാസി അപ്പീൽ സമർപ്പിച്ച് അനുകൂലമായൊരു വിധി സമ്പാദിച്ചെടുത്തിട്ടുമുണ്ട്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രവാസിയായിരുന്നു അപ്പീൽ നൽകിയത്. ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലാണ് ഇദ്ദേഹത്തിന് കമ്പനി ശമ്പളം ലഭിച്ചിരുന്നത്. തുക പിന്നീട് ഇദ്ദേഹം ഇന്ത്യയിലെ NRI ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി. ഈ തുകയ്ക്ക് ഇന്ത്യയിൽ നികുതി നൽകണമെന്നായിരുന്നു ആദായ നികുതി അസസിംഗ് ഓഫീസറുടെ വാദം. പ്രവാസിയുടെ വാദങ്ങൾ ഇങ്ങനെ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടിൽ ശമ്പളം എത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നികുതി ഒടുക്കാൻ ആവശ്യപ്പെട്ടതും. പ്രവാസി അഹമ്മദാബാദിലെ ITATയെ സമീപിച്ചു. ജോലി ചെയ്തത് വിദേശത്താണ്, ശമ്പളം ലഭിച്ചതും വിദേശത്താണ്. സൗകര്യം പരിഗണിച്ചാണ് തുക പിന്നീട് ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച വരുമാനമായി ഈ തുക കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് പ്രവാസിയുടെ വാദം. പ്രവാസി എന്ന നിലയിൽ വിദേശത്ത് ജോലി ചെയ്ത് വിദേശത്ത് നിന്ന് ലഭിച്ച ശമ്പളത്തിന് ഇന്ത്യയിൽ നികുതി ഈടാക്കരുത് എന്നും പ്രവാസി വാദിച്ചു. പണം ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതിനാൽ ഇന്ത്യയിൽ നികുതി ഈടാക്കാമെന്ന് നികുതി വകുപ്പും വാദിച്ചു. ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ട്രൈബ്യൂണൽ നികുതി ഈടാക്കാൻ സാധിക്കില്ല എന്നാണ് വിധിച്ചത്. തൊഴിലെടുത്തതും ശമ്പളം വാങ്ങിയതും വിദേശത്താണ് എന്ന കാര്യമാണ് ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടിയത്. ശമ്പള വരുമാനം ഇന്ത്യക്ക് പുറത്താണ് സ്വീകരിച്ചത്. ശമ്പള തുക ഇന്ത്യയിൽ എത്തിയെങ്കിലും അതിന് ആദായ നികുതി ഈടാക്കാൻ സാധിക്കില്ല എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്റർനാഷണൽ